ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ്. നോക്കാം. VT ഭട്ടതിരിപ്പാട് ജീവിത കാലഘട്ടം 1896 മുതൽ 1982 വരെ. ജനനം 1896 മാർച്ച് 26. സ്ഥലം മേഴത്തൂര്. പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്. മാതാവ് ശ്രീദേവി അന്തർജനം. മരണം 1982 ഫെബ്രുവരി 12. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായാംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. അക്ഷരാഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ മാൻമാർക്കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനും VT തന്നെ. VTയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന 1919 രൂപീകരിക്കപ്പെട്ടു. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയതും VT തന്നെ. കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. ഒറ്റപ്പാലത്ത് ചേർന്ന KPCC സമ്മേളനത്തിൽ VT പങ്കെടുത്ത വർഷം 1921. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് അഹമ്മദാബാദ് സമ്മേളനം. അത് 1921 നടന്നത്. VTയുടെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. 1929 ഇത് അരങ്ങേറിയത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എടക്കുന്നി എന്ന സ്ഥലത്ത് വടക്കിനിയടത്ത് മനയിലാണ്. ഈ നാടകത്തിൽ EMS നമ്പൂതിരിപ്പാട് ചെറിയൊരു വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്പൂതിരി സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്നറിയപ്പെടുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, ഋതുമതി എന്നിവയാണ്. ഋതുമതി രചിച്ചത് MP ഭട്ടതിരിപ്പാടാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത് MR ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട പ്രചാരണ ജാഥയാണ് യാചനായാത്ര. 1931 യാചനായാത്ര നടത്തിയത്. കുടുംബം മുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട്ടു നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ VT നയിച്ചു. എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ഇത് VTയുടെ വാക്കുകളാണ്. പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു VT. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ആണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനാണ് VT. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908 ജനുവരി 31. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ആലുവയാണ്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ ചങ്ങമ്പുഴ. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ് ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വിവരങ്ങൾ ഉണ്ണി നമ്പൂതിരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗലം സമ്മേളനത്തിൽ വെച്ചാണ് 1933. പ്രഥമ VT ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2011. VT ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ്. ഇനി ചില കൺഫ്യൂസിംഗ് ഫാക്ട്സ് നോക്കാം. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് VT ഭട്ടതിരിപ്പാടാണ്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നഭിപ്രായപ്പെട്ടത് C കേശവനാണ്. പൊഴിഞ്ഞ പൂക്കൾ VTയുടെ കൃതിയാണ്. എന്നാൽ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് പുന്നശ്ശേരിയുടെ ആത്മകഥയാണ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ്റെ ആത്മകഥയും. VTയുടെ പ്രധാന കൃതികൾ നോക്കാം. രജനീരംഗം, ചക്രവാളങ്ങൾ, പോം വഴി, കണ്ണീരും കിനാവും, പൊഴിഞ്ഞ പൂക്കൾ, എൻ്റെ മണ്ണ്, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, കർമ്മവിഭാഗം, വെടിവെട്ടം, കാലത്തിൻ്റെ സാക്ഷി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ദക്ഷിണായനം, കരിഞ്ചന്ത. VTയുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. 1970.
വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരം രജനീരംഗം. ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു. വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ആ ഘോര അന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു. വി.ടിയുടെ ഈ വരികൾ അടങ്ങിയ കൃതി ഏതാണ്? കണ്ണീരും കിനാവും എന്ന വി.ടിയുടെ ആത്മകഥയിലെ വരികളാണിത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത്. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്ലാസ് വേണമെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റിൽ അറിയിച്ചാൽ മതി, ആ ക്ലാസ് എടുത്തു തരാം. ഇങ്ങനത്തെ ഒത്തിരി ഷോർട്സും വീഡിയോസും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.